ഈ ശരിക്കും പറഞ്ഞിപ്പം ആൽബം ഒക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുമല്ലോ ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ ശരിക്കും ആൽബം? നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൂടെ ഉള്ളൊരു സപ്പോർട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡ് ഒന്നാമത്തെ കാര്യം അവരൊക്കെ സൂചേട്ടനോട് പിന്നെ വർക്ക് ചെയ്യോ അറിയോ അങ്ങനത്തെ ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ടോ? സുചേട്ടനെ അറിയാവുന്നവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഒക്കെ പുതിയ ആൾക്കാരുടെ കൂടെ ഒക്കെയാണ്. പിന്നെ മിനിഞ്ഞാന്നൊരു ട്രിവാൻഡ്രത്ത് ഒരു ധനലക്ഷ്മി സിൽക്കിന്റെ ഒരു പരസ്യം ചെയ്തായിരുന്നു. പഴയ നമ്മൾ ഓട്ടോഗ്രാഫ് സീരിയലില്ലേ അതുപോലത്തെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തന്നെ. അത് നാളെ ഇറങ്ങും. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആനന്ദ് എന്ന് പറയുന്ന ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇതാണ് അത് ചെയ്തേക്കുന്നത്. പിള്ളേർ സെറ്റായിട്ട് അതിന്റെ ഡ്രസ്സിങ്ങിനാണല്ലോ കുറെ കൂടെ വേറെ രീതിയിൽ കമന്റ് വന്നായി. അമ്മച്ചിക്ക് ശരിക്കും തള്ളച്ചി യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ വന്നോട്ടേന്നേ. ഇനിയിപ്പോ നാളെ പരസ്യം ഇറങ്ങുവാണ്. അത് അത്യാവശ്യം എനിക്കൊന്നും വിഷയമല്ല. അമ്മച്ചിയാണെന്ന് ഇവര് പറയുന്നു. എനിക്കറിയാം ഞാൻ ആരാണെന്ന് എന്താണെന്ന്. എനിക്കതൊക്കെ ആ വേഷങ്ങൾ ചേരുമെന്ന് എനിക്കറിയാം. അത് ചേരാതെ വരുമ്പോ ഞാൻ ഇടത്തില്ല. കൂടെ പഠിച്ച ആള് ആരോ പറഞ്ഞു പ്രായം ഇത്രയാണ്. എനിക്ക് 32 വയസ്സ്, 33. ഈ ഒരു സെപ്റ്റംബർ ആയാലും 33 വയസ്സ്. അത് ഞാൻ എവിടെയും പറയും. എനിക്ക് ഏജ് എത്രയാണ്. ഞാൻ കുറയ്ക്കുന്നുമില്ല കൂട്ടുന്നു. എത്ര വയസ്സിന്റെ വ്യത്യാസം? ഏട്ടൻ ഞാൻ ജനിച്ച വർഷം ഏട്ടൻ SSLC എഴുതുവാണ്. സോ അറിയാലോ എത്ര വയസ്സ്. SSLC 15. ഈ ശരിക്കും പിന്നീട് ഇപ്പൊ ഉള്ള ഒരു ലൈഫിന്റെ ഒരു ഇതുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന പോലെ ജീവിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ശരിക്കും ഇപ്പൊ വന്നിട്ടുണ്ട്. ആളുകൾ സ്ട്രോങ് ആക്കിയോ കുറച്ചുകൂടി ഈ ഒരു കാലം? സ്ട്രോങ് ആക്കിയോ? ഇതിൽ കൂടുതൽ എന്നാ സ്ട്രോങ് ആകാൻ ആനിയ? കാരണം വേറെ സാധാരണ ഒരു എത്രയോ പേര് എന്നോട് പറഞ്ഞു, രേണു നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ട തൂങ്ങിച്ചത്തേനെ. കാരണം പിടിച്ചിക്കാൻ പറ്റില്ല ഒരാൾക്ക്. കാരണം ഒറ്റയ്ക്കാണ്. എനിക്കെപ്പം പറയാനുള്ള നിമിഷ ബൈജു എൻ്റെ ഫ്രണ്ടാണ്. അവള് സൂചേട്ടനുള്ളപ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ. സൂചേട്ടനുമായിട്ട് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അവൾ എന്നോട് പറയും, എടി നീ എന്തിനാണ് തളരുന്നത്? ഞാൻ കേൾക്കുന്നില്ലേ. അവൾക്ക് പക്ഷെ കൈത്താങ്കളുടെ ഏട്ടനുണ്ട് അവൾക്ക്. എനിക്ക് അതുപോലും ഇല്ല. അപ്പോൾ അവൾ പറയും, നിൻ്റെ കൂടെ ഏട്ടനുണ്ടെടി, സൂചേട്ടനുണ്ട്, നീ ധൈര്യമായിട്ട് പോ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. അവൾ എപ്പോഴും ധൈര്യം തരാറുണ്ട് എനിക്ക്. അവളെയും കുറ്റപ്പെടുത്തുന്നില്ല ആൾക്കാർ. എനിക്ക് ആ കുട്ടീനെ അറിയില്ലേ, നിമിഷനെ അറിയില്ലേ. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ സിനിമയിലൊക്കെ ഉണ്ട് ആള്. എനിക്ക് അവളെ പേഴ്സണലി അറിയാം. നല്ല കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ. അവൾക്ക് കാണാൻ വരാൻ എനിക്ക് സമയമില്ല, അവൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ആരും ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട്, കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ്. ഞാൻ അങ്ങനെ ആരും സത്യം പറഞ്ഞാൽ ഞാൻ കോൾ യൂസ് ചെയ്യുന്നത് അധികം കോളും ഞാൻ ആരും വിളിക്കാറില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ആരും വിളിച്ച് കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സംസാരിക്കാനും ഇങ്ങോട്ട് മിണ്ടാനും ഒക്കെ കൂട്ടുകാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ആരും വിളിക്കാറുമില്ല. ഇപ്പം വാട്സപ്പിൽ നിന്നൊക്കെ ഒരു 10,000 മെസ്സേജ് വന്നു, നീ എന്താ കോൾ എടുക്കാത്ത വിളിക്കാത്ത എന്നൊക്കെ വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ച് കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ ആരും വിളിക്കാതെ മിണ്ടാതിരുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവരെയൊക്കെ മിണ്ടാൻ തോന്നും, വിളിക്കാൻ തോന്നും. ചില സമയം അൺഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നും വാട്സപ്പ്. ആരുമായിട്ടൊരു കോൺടാക്ട് ഇല്ലാതിരിക്കാൻ തോന്നും. പക്ഷേ എനിക്കിപ്പോൾ ഈ വർക്ക് വരുന്നതുകൊണ്ട് എനിക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ഇന്ന ഫ്രണ്ട്സ് ഒന്നൊന്നുമില്ല. എൻ്റെ മനസ്സിൽ കുറച്ച് പേരുണ്ട് കൂട്ടുകാർ. എടി എനിക്കിങ്ങനെ ഒരു വിഷമം എന്നാ പറയടി. അവരുടെ മുന്നിൽ ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരയാറുണ്ട്. പക്ഷെ അത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പൊട്ടിക്കരയുന്ന നിമിഷമുണ്ട്.